കൂടെ പുഴയിലേക്ക് ഇറങ്ങി വരട്ടെ? അയ്യോ വേണ്ട കുഞ്ഞിക്കുട്ട, ഈ പുഴയിൽ ചെറിയ ചെറിയ പാറക്കിടങ്ങുകളുണ്ട്. അതിനകത്തെങ്ങാനും നിന്റെ കാല് കുടുങ്ങിപ്പോയാൽ പിന്നെ രക്ഷപ്പെടുത്താനേ പറ്റില്ല. ഈ അമ്മയ്ക്ക് എന്തൊരു പേടിയാ. എനിക്ക് ഒരപകടവും സംഭവിക്കില്ല അമ്മേ. ഞാൻ ഇറങ്ങുവാ. ആനക്കുട്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് അമ്മ പറയുന്ന അനുസരിച്ച് അനുസരിച്ചോളാമീ. എല്ലാവർക്കും അവരവരുടെ കാര്യം, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ആനക്കുട്ട, എന്തോ? ആനക്കുട്ടൻ എന്നെ മനസ്സിലായോ? ഇല്ല, ആരാണാവോ? അത് ശരി, ഇപ്പൊ വിളിച്ചത് ആരാണെന്ന് മനസ്സിലാവാതെയാണോ എന്തോന്ന് വിളി കേട്ടത്? വിളിച്ചത് ആരായാലും വിളിച്ചത് എന്നെയാണല്ലോ, അതുകൊണ്ട് വിളി കേട്ടതാണേ. എന്താ, വിളി കേൾക്കണ്ടായിരുന്നോ? കേൾക്കണം. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ? പറ. ആനക്കുട്ടൻ ആളൊരു പുലിയാ, ശരിക്കും. പുലിയോ? ഞാനോ? അയ്യേ, എന്നെ കണ്ടിട്ട് അങ്ങനെയാണോ തോന്നണേ? ഞാനൊരു പാവം ആനക്കുട്ടിയാണേ. ആയിരിക്കാം, പക്ഷേ കഴിവിൽ നീ ഒരു പുലിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? പക്ഷെ എന്റെ കൂട്ടത്തിലുള്ളവരോ എന്റെ അമ്മയോ ഒന്നും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ പലർക്കും മടിയാണ്. കഴിവുള്ളവരെ ആരും മനസ്സിലാക്കില്ല. അത് ശരിയാ. ഈ പുഴയിൽ ഞാനും ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ അനുവദിച്ചില്ല. എനിക്ക് അപകടം സംഭവിക്കുക എന്നാണ് അവര് പറയുന്നത്. എന്നാൽ ആനക്കുട്ടനോട് ഞാനൊരു സത്യം പറയട്ടെ? ഈ പുഴയിലെ വെള്ളത്തിന് നല്ല ഉപ്പുരസമുണ്ട്. ആ വെള്ളം ധാരാളം കുടിച്ചാൽ ആനകൾക്ക് മത്ത് പിടിക്കും. അങ്ങനെ മത്ത് പിടിച്ച് രസിച്ച് നടക്കുന്നത് ആനകൾക്കൊരു രസമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പോലെ എനിക്കും ആനന്ദിച്ച് ആടിപ്പാടി രസിച്ച് നടക്കണം. ഈ പുഴയിൽ ഇറങ്ങാൻ നീ എന്നെ ഒന്ന് സഹായിക്കുമോ? അയ്യോ, ഞാനില്ലേ. പുഴയിൽ ഇറങ്ങാൻ ഞാൻ നിന്നെ സഹായിച്ചാൽ നിന്റെ വീട്ടുകാരെന്നെ പഞ്ഞിക്കിടും. വെള്ളത്തിലിറങ്ങാതെ ഈ കാട്ടിലൂടെ അടിച്ചു പൊളിച്ച് നടക്കാനാണെങ്കിൽ ഞാൻ റെഡി. എന്താ, നീ റെഡിയാണോ? ഞാൻ റെഡിയാ. എന്തായാലും എനിക്കും ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. പിന്നൊരു കാര്യം, എന്നെ നിന്റെ പുറത്ത് കയറ്റണം. എന്താ, സമ്മതമാണോ? ഓക്കെ, സമ്മതം. എന്നാൽ ആ തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി അടിച്ച് കേറി വാ ആനക്കുട്ടാ. തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഹൈ, തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന.
ചിരിച്ച് തുള്ളിച്ചാടി തിമിർത്ത് കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ, കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ. തുമ്പിക്കൈയും വീശി കുഞ്ഞിവാലിട്ടാട്ടി ചേച്ചുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാനാ, ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാനാ. അയ്യോ രക്ഷിക്കണേ, അയ്യോ. അയ്യോ അയ്യോ രക്ഷിക്കണേ. ആനക്കുട്ട, ഞാനീ മരക്കൊമ്പത്തുണ്ട്. അയ്യോ, ആനക്കുട്ടൻ കുഴിയിൽ വീണല്ലോ. കുരങ്ങനുണ്ണി, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാനിപ്പോ എവിടെയാണ്? പക്ഷെ നീ ഇപ്പൊ ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്. അയ്യോ എന്നെ രക്ഷിക്കണേ കുരങ്ങനുണ്ണി, എന്നെ എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നിന്ന് ഒന്ന് കയറ്റൂ. അത് ഈ കൊരങ്ങൻ വിചാരിച്ചാൽ നടക്കില്ല. ആനക്കുട്ട, നിന്നെ കയറ്റാൻ മനുഷ്യർക്ക് മാത്രമേ ഇനി കഴിയൂ. കുരങ്ങനുണ്ണി, വേഗം ചെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ രക്ഷിക്ക്. എനിക്ക് എന്റെ അമ്മയെ കാണണം. മനുഷ്യർ വന്ന് നിന്നെ രക്ഷിച്ചാലും നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ അതെന്താ? കുഴിയിൽ വീണ ആനകളെ മനുഷ്യർ കരയിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോകും. അതെന്തിന്? പണിയെടുപ്പിക്കാൻ. അയ്യോ, മനുഷ്യർ ഇവിടെ വരുന്നതിന് മുമ്പ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ പറഞ്ഞതനുസരിച്ച് ആ പുഴയുടെ കരയിൽ നിന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആനക്കുട്ട, ഞാൻ എത്ര ശ്രമിച്ചാലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എത്രയും വേഗം ചെന്ന് എന്റെ അമ്മയെ വിവരം അറിയിക്കാം. എന്നാ വേഗം ചെല്ല്. ആ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. ഒരു കുട്ടിയാനയാണല്ലോ കുഴിയിൽ വീണിരിക്കുന്നത്. അയ്യോ അമ്മേ, അമ്മേ. പാവം, വല്ലാതെ പേടിച്ചിട്ടുണ്ട്. പേടിക്കണ്ട ആനക്കുട്ട, നിന്നെ ഞങ്ങൾ ഇപ്പോ തന്നെ കയറ്റി വിട്ടേക്കാം. കാണാതായ കുട്ടിയാനയെ തിരക്കി കാട്ടാനക്കൂട്ടം ഒച്ചവെച്ച് വരുന്നുണ്ടല്ലോ. എന്നോട് ക്ഷമിക്കും അമ്മേ. അമ്മ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അമ്മയുടെ അനുവാദം ഇല്ലാതെ ഒരിടത്തേക്ക് ഞാൻ പോകില്ല. തക്ക സമയത്ത് ഫോറസ്റ്റുകാർ വന്നതുകൊണ്ട് ആനക്കുട്ടൻ രക്ഷപ്പെട്ടു. അതെ, പാവ ആനക്കുട്ടൻ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ. ഒരു കാട്ടിൽ ഒരു ആനക്കുടുംബം താമസിച്ചിരുന്നു. ഒരു കൊമ്പനാനയും പിടിയാനയും അവരുടെ 2 മക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. മക്കളിൽ ഇളയവൻ
മഹാവികൃതിയായിരുന്നു. ഒരു ദിവസം ആ ആനക്കുടുംബം കാട്ടിലെ പുഴയിൽ കുളിക്കാനെത്തി. കുളിക്കുന്നതിനിടയിൽ കുട്ടിയാന പല വികൃതികളും കാട്ടിക്കൊണ്ടേയിരുന്നു. മോനെ, പുഴയിൽ നല്ല ഒഴുക്കുണ്ട്, സൂക്ഷിക്കണം. അതെ അതെ, ഇവന് ഈയിടെയായി കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. എടാ വികർദി, മര്യാദയ്ക്ക് നിന്ന് കുളിക്കടാ. ഈ സമയം പുഴയുടെ വക്കത്തുള്ള ഒരു മരത്തിൽ ഒരു കുഞ്ഞിക്കുരുവി ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയാനയുടെ കുസൃതികളെല്ലാം കുഞ്ഞിക്കുരുവി കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് അതിൽ വളരെ കൗതുകം തോന്നി. ഹായ്, എന്ത് രസമാണ് അവന്റെ കളികൾ കാണാൻ. ആനക്കുട്ടിയോട് കൂട്ടുകൂടണമെന്ന് കുഞ്ഞിക്കുരുവി ആഗ്രഹിച്ചു. നീ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നീ ഒരു മിടുക്കൻ തന്നെ. നമുക്ക് കൂട്ടുകാരാവാം. നമുക്ക് കൂട്ടുകാരാവാമെന്നോ? ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനൊരു ആനക്കുട്ടിയാണ്, കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും വലിയ ജീവി. നീയാണെങ്കിൽ നിസാരനായ ഒരു പക്ഷിക്കുഞ്ഞും. നമ്മൾ തമ്മിൽ എങ്ങനെ തുല്യരാകും? ഓ, അങ്ങനെയാണോ കാര്യം? ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതാ. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്ക്. ആനക്കുട്ടനോട് കൂട്ടുകൂടാനാവാതെ പാവം കുഞ്ഞിക്കുരുവി നിരാശനായി അവിടെ നിന്നും പറന്നുപോയി. അഹങ്കാരിയായ കുട്ടിയാന അവന്റെ കുസൃതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് അവർ വനത്തിനുള്ളിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിൽ ഒരു കരിമ്പിൻ തോട്ടം ആനക്കുട്ടന്റെ കണ്ണിൽ പെട്ടു. അമ്മയും അച്ഛനും കാണാതെ പമ്മി പമ്മി അവൻ കരിമ്പിൻ കൂട്ടത്തിനിടയിൽ മറഞ്ഞു. ഇതൊന്നും അറിയാതെ മറ്റു മൂവരും മുന്നോട്ട് നടന്നു നീങ്ങി. എന്നാൽ അവരെല്ലാം പറ്റിച്ചല്ലോ എന്ന ഭാവത്തിൽ ആനക്കുട്ടി കരിമ്പിൻ കാട്ടിൽ നിന്ന് കരിമ്പുകൾ ഓടിച്ച് കഴിക്കുവാൻ തുടങ്ങി. ഹായ്, ഇതിനെന്തൊരു മധുരം. കൊള്ളാം. ഇവിടെ എത്തിയതിന്റെ ഭാഗ്യം തന്നെ. അവിടെ നിന്ന കരിമ്പിൻ ചെടികൾ അവൻ ഒന്നൊന്നായി ഓടിച്ചിടുകയും അവയിൽ ചിലത് കഴിക്കുകയും ചെയ്തു. അയ്യോ, വേട്ടക്കാർ! പേടിച്ചു ഭയന്ന കുട്ടിയാന ലക്ഷ്യമില്ലാതെ ഓടി. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ! അവൻ ദയനീയമായി അലറിക്കരയാൻ തുടങ്ങി. കൂട്ടം തെറ്റി എവിടെയോ എത്തിയ കുട്ടിയാന വഴി അറിയാതെ കുഴങ്ങി. അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ, എന്റെ അച്ഛനും അമ്മയും. ഞാൻ ഇനി എങ്ങോട്ട് പോകും? അമ്മേ, അമ്മേ!
എന്നാൽ ആ സമയം കുരുവിപ്പെണ്ണ് ആനക്കുട്ടന്റെ കരച്ചിൽ കേട്ടു. അവിടേക്ക് അവൾ പറന്നു ചെന്നു. ഒരു മരച്ചുവട്ടിലിരുന്ന് കരയുന്ന ആനക്കുട്ടിയെയാണ് കുരുവി കണ്ടത്. ആനക്കുട്ട, നീ എന്തിനാ കരയുന്നത്? എന്തു പറ്റി? എനിക്ക് വഴി തെറ്റി. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയെയും കാണണം. നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ നിന്നെ പിന്തുടരുകയായിരുന്നു. കാരണം നിനക്ക് ഇത്തിരി അഹങ്കാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അഹങ്കാരം ആപത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, എനിക്ക് പേടിയാകുന്നു. ഏയ്, പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. എന്റെ കൂടെ പോന്നോളൂ. ഞാൻ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിക്കാം. കുരുവിപ്പെണ്ണ് മുൻപിൽ പറന്ന് വഴി കാട്ടി. ആനക്കുട്ടൻ കുരുവിയെ പിന്തുടർന്നു. അങ്ങനെ കുഞ്ഞിക്കുരുവി കുട്ടിയാനയെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിച്ചു. മോനെ, നീ എവിടെയായിരുന്നു? അമ്മേ, എനിക്ക് വഴി തെറ്റി. ഈ കുരുവി പെണ്ണാണ് എന്നെ രക്ഷിച്ചത്. വലിയവനെന്നും ചെറിയവനെന്നും നമ്മൾ ആരെയും വില കുറച്ച് കാണരുത്. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എന്റെ അഹങ്കാരമാണ് എന്നെ ആപത്തിൽ കൊണ്ടെത്തിച്ചത്. കുരുവി പെണ്ണെ, നീയാണ് എന്നെ രക്ഷിച്ചത്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ ഇനി എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. അഹങ്കാരം ആപത്താണ്. സ്നേഹമാണ് ഏറ്റവും വലുത്. സ്നേഹമുള്ളവർക്കേ കൂട്ടുകൂടാൻ കഴിയൂ. കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നൊരു പശുക്കുട്ടിയുണ്ടായിരുന്നു. സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി. രാവിലെ ആയോ? എഴുന്നേൽക്കാം. വിശന്നിട്ട് വയ്യ. കുളത്തിനടുത്തെ പുൽത്തകിടിയിൽ പോയി പുല്ല് തിന്നാം. അവിടുത്തെ പുല്ലിന് നല്ല സ്വാദാണ്. ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. കിങ്ങിണി, നിൽക്ക്. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഇപ്പോ കുളത്തിൽ ആനക്കൂട്ടം കുളിക്കാൻ വന്നിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ. സാരമില്ല അമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം. ശോ, ഇവളിങ്ങനെ പറഞ്ഞ അനുസരിക്കാതിരുന്ന് എന്ത് ചെയ്യും? ആ കുഞ്ഞനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. നേരം ഇത്ര പുലർന്നിട്ടും അവൻ എഴുന്നേറ്റില്ലേ? ഇവിടെയൊന്നും കാണുന്നില്ല. അവന്റെ വീട്ടിൽ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞൻ എന്നു പേരുള്ള ഒരു ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു. കുഞ്ഞാ, കുഞ്ഞാ, പുറത്തേക്ക് ഇറങ്ങി വാ, നമുക്ക് പോകാം. നേരം വെളുത്തല്ലോ. ഇതാരാ? കിങ്ങിണിയോ? രാവിലെ തന്നെ എവിടേക്കാ? നീ വേഗം വാ, എനിക്ക് വിശക്കുന്നു. കുളത്തിനടുത്ത് പുൽത്തക്കടിയിൽ പോയി പുല്ല് ശാപ്പിടണം. എന്നാൽ നീ വേഗം പോയി പുല്ല് തിന്നിട്ട് വാ. എനിക്ക് കഴിക്കാനുള്ളത് ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതല്ല കുഞ്ഞാ, നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടാവും. അതിലെ ആ മണിയനാന ഒട്ടും ശരിയല്ല. അവൻ എന്നെ കണ്ടാൽ അപ്പോൾ ഓടിക്കും. ഇത്തിരി പോലും പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. എന്നാൽ അവൻ വയറ് നിറയ്ക്കുന്നതോ ആ പുല്ലൊന്നും തിന്നിട്ടുമല്ല. ഓ, അത് ശരി. പക്ഷേ നിന്റെ കൂടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? നീ എൻ്റെ കൂടെ വന്ന് നിന്നാ മതി. ഞാൻ പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ കുളത്തിൽ നിന്നും കയറി വരുന്നുണ്ടോന്ന് നീ നോക്കണം.
വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. ഓ അങ്ങനെ, എന്നാൽ ഞാൻ വരാം. അങ്ങനെ കുഞ്ഞനുറുമ്പും കിങ്ങിണിയും കുളക്കരയിലേക്ക് തിരിച്ചു. എന്നാലും കിങ്ങിണി, ആ മണിയനാണ് അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ. അവൻ പുല്ല് തിന്നുകയുമില്ല, നിന്നെ തിന്നാൻ സമ്മതിക്കുകയുമില്ല. ഇത് എവിടത്തെ ന്യായം? ആ, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ആനകളോട് കളിക്കാൻ പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. ഈ ആനകൾക്ക് ഭയങ്കര ശക്തിയാ, നമുക്കൊന്നും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് മണിയനാനയ്ക്ക് ഇത്ര അഹങ്കാരവും. അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. ഈ ഇത്തിരി പോന്ന നീയാണോ അവനോട് ഏറ്റുമുട്ടാൻ പോകുന്നത്? അവൻ കാലെടുത്തൊന്ന് നിന്റെ മേലെ വെച്ചാ മതി, പ്ലിങ്, നിന്റെ കഥ അതോടെ തീരും. ഞാൻ തീരെ ചെറിയതാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും. ആനയുടെ മുൻപിൽ ഈ ഇത്തിരി കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? നീ നോക്കിക്കോ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞാ, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കാതിരി. കിങ്ങിണിയല്ലേ അവിടെ നിന്ന് പുല്ല് തിന്നുന്നത്? ഇന്നെന്താ ഇവൾക്ക് ഇത്ര ധൈര്യം? ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ? എന്തായാലും ഒന്ന് അറിയിച്ചു കൊടുക്കാം. അയ്യോ, അതാ അവൻ നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും? നീ പേടിക്കാതെ പുല്ല് തിന്ന് വേറെ നിറക്കേ. ഞാൻ ചിഹ്നം വിളിച്ചിട്ടും അവളത് കേട്ടതായി പോലും നടിക്കുന്നില്ലല്ലോ. ഇനി ഞങ്ങൾ ഓടിച്ചിട്ട് തന്നെ കാര്യം. മണിയനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മണിയാ, നിൽക്കവിടെ. കിങ്ങണി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ അവളെ ഓടിക്കുന്നത്? ഇതൊക്കെ പറയാൻ നീ ആരാ? ഞാൻ കാലെടുത്തെന്ന് വെച്ചാൽ നീ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത്. കുഞ്ഞ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. നീ വേഗം തുമ്പിക്കൈക്കുള്ളിൽ നിന്ന് ഇറങ്ങി വാ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇറങ്ങി വരുന്നില്ല. ഇനി നീ കിങ്ങിണിയെ ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങി വരൂ. അയ്യോ ഇല്ല കുഞ്ഞ, ഞാൻ ഇനി ഒരിക്കലും കിങ്ങിണിയെ പേടിപ്പിക്കില്ല. നീ ഒന്ന് ഇറങ്ങി വാ. ശക്തനാണ്, പക്ഷേ നിന്റെ ശക്തി ബാക്കിയുള്ളവരെ പേടിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. നിന്റെ ശക്തി മറ്റുള്ളവർക്ക് ഉപകാരത്തിനുള്ളതാവണം. പിന്നീട് ഒരിക്കലും മണിയനാന മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല. മാത്രമല്ല, കുഞ്ഞനും കിങ്ങിണിയും മണിയനും നല്ല കൂട്ടുകാരാവുകയും ചെയ്തു.
വേണമെങ്കിൽ. വേഗം ഓടിക്കോ, അവന്റെ ഒരു മാമ്പഴം. അയ്യോ മോനെ, നീ എന്തായി കാണിക്കുന്നേ? നിൽക്കവിടെ, പറയട്ടെ. ഹോ, ഇവന്റെ ഒരു കുറുമ്പ്. കീ 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 കീ. അയ്യോ ആനക്കുട്ട, അങ്ങനെ ചെയ്യരുതേ. എന്റെ കുഞ്ഞുങ്ങൾ താഴെ ചത്തുപോകും. മോനെ, നീ എന്ത് ക്രൂരതയായി കാണിക്കുന്നത്? കുരുവി കുഞ്ഞുങ്ങളെ താഴെ വീണ് ചത്തുപോകൂലേ? അവരുടെ അമ്മയ്ക്ക് എന്ത് വിഷമമായി. ക്ഷമിക്കണം കുരുവി പെണ്ണെ, ഇവന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. മോനെ, ഇങ്ങനെയൊന്നും കാണിക്കരുത്. നമ്മുടെ സഹജീവികളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. അയ്യോ, അപകടം അപകടം! ഒരാനക്കുട്ടി ഇതുവഴി വരുന്നു വഴിയെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ടാണ് അവന്റെ വരവ്. എല്ലാവരും ഓടിക്കോ. പറക്കട്ടെ പറക്കട്ടെ, പറന്നു പറന്നു. പൂമ്പാറ്റയും പറന്നു, പൂവും പറന്നു. ഇനിയിപ്പോൾ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. എല്ലാവരും മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടുക. അപ്പോ നമ്മുടെ മാളങ്ങൾ പെട്ടെന്നാകട്ടെ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ജീവനാണ് ഇപ്പോൾ വലുത്. വേഗം വേഗം, ആന ഇതാ ഇങ്ങെത്തി. ഒന്ന് വേഗമാവട്ടെ. അങ്ങനെ ആനക്കുട്ടനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി അവർ കുളക്കരയിൽ ഒത്തുകൂടി. ഈ കുട്ടിയാണ് ഒരു ക്രൂരൻ തന്നെ. ഒഴിഞ്ഞൊഴിഞ്ഞു പോയിട്ടും അവൻ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവനൊരു പാഠം പഠിപ്പിക്കണം. അതെ അതെ, പക്ഷേ അവനെ നേരിടാനുള്ള ശക്തി നമുക്കില്ലല്ലോ. ശക്തി കൊണ്ടവനെ നേരിടാൻ നമുക്ക് കഴിയില്ല, എന്നാൽ ബുദ്ധി കൊണ്ടവനെ നേരിടാൻ നമുക്ക് കഴിയും. അതിനായി ആരുടെയെങ്കിലും സഹായം നമുക്ക് തേടണം. ഇവിടെ അടുത്തൊരു ചുണ്ടല് താമസമുണ്ട്. അവൻ എന്റെ സുഹൃത്താണ്. നമ്മുടെ സങ്കടം അവനോട് പറഞ്ഞു നോക്കാം. അവൻ നമ്മളെ സഹായിക്കും. അത് ശരിയാ. നിങ്ങളുടെ കഷ്ടപ്പാട് കേട്ടപ്പോൾ എനിക്കും സങ്കടം തോന്നുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കാം. ക്രൂരനായ കാട്ടാനയെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരു ദിവസം കുട്ടിയാൻ അവന്റെ ക്രൂര വിനോദങ്ങൾക്ക് ശേഷം ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു. നീ ഞാൻ ഒരു കുഴപ്പക്കാരനാണ് അല്ലേടാ? ഇവന്റെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കയറാം, എന്നിട്ട് തുമ്പിക്കൈ കരണ്ടു തുടങ്ങാം.
മറ്റുള്ളവരോട് ക്രൂരത കാട്ടുന്നതിൽ സന്തോഷിക്കുന്നവനാണ് നീ. അവരുടെ വേദന നീയും ഒന്ന് മനസ്സിലാക്കണം. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊന്നും ദ്രോഹമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എനിക്കെല്ലാം ഒരു തമാശയായിരുന്നു, വിനോദമായിരുന്നു. എന്റെ വിനോദത്തിനിരയായവരുടെ വേദന ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഞാനിനി ആരെയും ദ്രോഹിക്കില്ല. മാപ്പ്, മാപ്പ്.